നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കാലാവസ്ഥ. കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ പഠനയാത്ര പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. 17 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. കൊടകര സഹൃദയ MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 42 അംഗ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്ക് എത്തിയ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. ശനിയാഴ്ച പുലർച്ചെ 3:30 അപകടം നടന്നത്. ദേശീയപാതയിലെ സർവീസ് റോഡിൽ ബസ് നിയന്ത്രണം വിട്ട് ചെരിഞ്ഞാണ് അപകടം സംഭവിച്ചത്. വിദ്യാർത്ഥി ക്രിസ്റ്റോ പോൾ, അസിസ്റ്റന്റ് പ്രൊഫസർ നോയൽ വിൽസൺ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ജനാധിപത്യത്തെ പണാധിപത്യം കീഴ്പ്പെടുത്താൻ BJPയും കോൺഗ്രസും ഒന്നായി പ്രവർത്തിക്കുകയാണെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സജീവ് ആരോപിച്ചു. AIYF കോടാലി ആൽത്തറയിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാറിലെ കോൺഗ്രസിന്റെ 6 MLAമാർ JDUവിന്റെ ഭാഗമായി BJPയായി മാറുന്നത് അത്ഭുതത്തോടെയും വേദനയോടെയും ജനം വീക്ഷിക്കുന്നു എന്ന് KP സജീവ് പറഞ്ഞു. യോഗത്തിൽ AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം VS പ്രിൻസ്, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VK വിനീഷ്, കനിഷ്കൻ വല്ലൂർ, CPI മറ്റത്തൂർ വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറിമാരായ ഷൈജു കാട്ടുങ്ങൽ, റോയ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദീപിക തൃശൂർ യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ സെബി മാളിയക്കലിനാണ് മികച്ച പത്ര റിപ്പോർട്ടറിനുള്ള പുരസ്കാരം. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2024 മാർച്ച് 3 ബധിര ദിനത്തിൽ ദീപികയിൽ പ്രസിദ്ധീകരിച്ച ബധിരതയെ തോൽപ്പിച്ച പാൽപുഞ്ചിരി എന്ന റിപ്പോർട്ടാണ് സെബിയെ അവാർഡിന് അർഹനാക്കിയത്. ഈ മാസം 19 കൊല്ലം ആശ്രാമം മൈതാനിയിൽ നടക്കുന്ന സംസ്ഥാന ക്ഷീരസംഗമത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കുമെന്ന് സെക്രട്ടേറിയറ്റിലെ PRD ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷീരവികസന മന്ത്രി J. ചിഞ്ചുറാണി അറിയിച്ചു. സെബി മാളിയേക്കൽ കടുപ്പശ്ശേരി മാളിയേക്കൽ പരേതനായ പോൾസന്റെയും സെലീനയുടെയും മകനാണ്. അവിട്ടത്തൂരിലാണ് താമസം. ഭാര്യ ആഞ്ചില, മക്കൾ അന്ന തെരേസ്, ആഗ്നസ് മേരി. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ മഹേഷും സഹപാഠിയായ CS ആര്യനും ലിറ്റിൽ കൈറ്റ് സംഘങ്ങളും ചേർന്ന് തയ്യാറാക്കിയ അറ്റൻഡൻസ് റീഡർ ശ്രദ്ധേയമാകുന്നു. പിക്ടോബ്ലോക്സിലെ ബ്ലോക്ക് പ്രോഗ്രാമിംഗ് കോഡുകൾ ഉപയോഗിച്ചാണ് അറ്റൻഡൻസ് റീഡർ നിർമ്മിച്ചത്. പിക്ടോബ്ലോക്സിലെ എക്സ്റ്റൻഷൻ കൺട്രോളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡാറ്റ ലോഗർ, QR കോഡ് സ്കാനർ എന്നിവ ഉപയോഗിച്ചാണ് കുട്ടികൾ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ആദ്യപടി എന്നോണം 9ാം ക്ലാസ് A ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്കാണ് ID കാർഡിൽ പതിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ കഴിയുക. തീയതി, സമയം എന്നീ വിവരങ്ങൾ അറിയാനും ഈ റീഡറിലൂടെ സാധിക്കും. സ്കാൻ യുവർ കാർഡ് എന്ന സന്ദേശം സ്ക്രീനിൽ തെളിയുന്നതോടെയാണ് റീഡറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് ID കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ കുട്ടിയുടെ പേരിനോടൊപ്പം അറ്റൻഡൻസ് മാർക്ക്ഡ് എന്ന സന്ദേശം ലഭിക്കും. വിവരങ്ങൾ ഡാറ്റ ലോഗർ ഫോൾഡറിൽ സേവ് ചെയ്യാനും കഴിയും. ആവശ്യമുള്ളപ്പോൾ ഈ ഫോൾഡറിൽ നിന്ന് കുട്ടിയുടെ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്. സംസ്ഥാന തലത്തിൽ തന്നെ പഠന പാഠ്യേതര രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുള്ള മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ഒരു ശാസ്ത്ര പ്രതിഭയാണ് തരുൺ മഹേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നേരത്തെ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ കഴിഞ്ഞ തരുൺ മഹേഷ് ഇപ്പോൾ ഒരു പുതിയ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അറ്റൻഡൻസ് റീഡർ എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് തരുൺ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം അത് എങ്ങനെയാണെന്നുള്ളത് തരുൺ തന്നെ നമുക്ക് വിശദീകരിച്ച് നൽകും. അപ്പോൾ ഞങ്ങൾ പിക്ടോബ്ലോക്സ് എന്ന പേരുള്ള സോഫ്റ്റ്വെയറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനായി ഞങ്ങൾ 2 എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടുണ്ട്.
ഒന്ന് QR കോഡ് സ്കാനറും ഒന്ന് ഡാറ്റ ലോഗറും. QR കോഡ് സ്കാനർ QR കോഡ് സ്കാൻ ചെയ്യാനും ഡാറ്റ ലോഗർ ഡാറ്റ സേവ് ചെയ്യാനും. ഇപ്പോൾ ഇതിൽ നമ്മൾ ID കാർഡിൻ്റെ ബാക്കിലായിട്ട് ഒരു QR കോഡ് പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ പേര് ഇവിടെ രേഖപ്പെടുകയും ചെയ്യും. ഈ ഡാറ്റ നമുക്ക് പിന്നീടായി നമ്മുടെ ഫയൽസിലെ ഡോക്യുമെന്റ്സിൽ പിക്ചർ വ്ലോഗ്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതിൽ ഡാറ്റ ലോഗർ എക്സ്റ്റൻഷൻ്റെ ഫോൾഡർ ഉണ്ടാവും. അതിലായി മാർക്ക് അറ്റൻഡൻസ് .csv എന്ന പേരിലുള്ളൊരു ഫയലിൽ സേവ്ഡ് ആയിരിക്കും. കോൾഡേ എൻ്റെ പേര് തരുൺ മഹേഷ് എന്ന് പറഞ്ഞ് ഇവിടെ സേവ്ഡ് ആണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഡെമോ എന്ന പേരിൽ 22 പേരുടെ ഡാറ്റ മാത്രം സേവ് ചെയ്യാൻ ഇതിനിപ്പോൾ ശേഷിയുള്ളൂ. എന്നാൽ ഇത് ഞങ്ങൾ ടീച്ചർമാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട്. ഇത് HMനോട് ചോദിച്ചപ്പോൾ ഇത് സ്കൂൾ മുഴുവൻ വ്യാപിക്കാം, ഈ ഐഡിയ സ്കൂൾ മൊത്തം അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 1 മുതൽ 10 വരെ 35 ഡിവിഷനുകളിലായി 1050 കുട്ടികൾ പഠിക്കുന്ന മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രോ ബാഗ് കൃഷി, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി റോബോട്ടിക് എക്സ്പോ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഈ വർഷം നടപ്പിലാക്കിയത്. ജില്ലയിൽ പഠന പാഠ്യേതര രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂൾ സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സ്കൂൾ ലീഡർ കൂടിയായ തരുൺ മഹേഷ് നേരത്തെ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുമായി സംവദിച്ച് ശ്രദ്ധേയനായ പ്രതിഭയാണ്. പ്രധാന അധ്യാപകൻ തോമസ് KJ, ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ പ്രിൻസി EP, ഫ്രാൻസിസ് തോമസ് P എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്നേഹമുള്ളവരെ, മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനെ പറ്റി വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക. 3 വർഷമായിട്ട് 120 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് കൊല്ലങ്ങളായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് കുട്ടികളുടെയും അതോടൊപ്പം തന്നെ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അധ്യാപകരുടെയും നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നു. ഇക്കൊല്ലത്തെ തനത് പ്രവർത്തനങ്ങളിൽപ്പെട്ടത് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ID കാർഡ് നമ്മുടെ മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളാണ് ഉണ്ടാക്കിയത്. അതിനെ തുടർന്ന് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള നമ്മുടെ ഈ അറ്റൻഡൻസ് റീഡർ കുട്ടികൾ ഉണ്ടാക്കിയേക്കുന്നത്. അത് ഉണ്ടാക്കിയത് തരുൺ മഹേഷാണ്, നമ്മുടെ സ്കൂൾ ലീഡറാണ്. തരുൺ മഹേഷ് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ കൊല്ലം ശുഭാംശു ശുക്ലയുമായിട്ട് സ്കൂളിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ അവസരം കിട്ടിയ 10 കുട്ടികളിൽ ഒരു കുട്ടി. അപ്പോൾ സ്കൂളിൻ്റെ മൊത്തം പരിപാടികളിൽ ഈ കുട്ടികൾ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രവർത്തനമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഗ്രോ ബാഗ് 125 ഗ്രോ ബാഗ് കൃഷി, കോളിഫ്ലവറും പിന്നെ കാബേജും കൃഷി ചെയ്യുന്നുണ്ട്. അതിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കൊടകര BRCയുടെ കീഴിലുള്ള സമീപത്തെ സ്കൂളിൽ നിന്ന് വന്ന ഭിന്നശേഷി കുട്ടികൾ 25ഓളം കുട്ടികൾ വന്നു. ആ കുട്ടികൾക്ക് ഒരു എക്സ്പോ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ആ എക്സ്പോയിലൂടെ നമ്മൾ കുട്ടികൾക്ക് നൂതന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തി കൊടുത്തു, വിവിധങ്ങളായിട്ടുള്ളത്. അത് ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയത്. മഹേഷ് ഇപ്പം ഉണ്ടാക്കിയ ഈ അറ്റൻഡൻസ് റീഡർ നേനയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് ഈ കൊല്ലം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവർ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലം നമ്മുടെ മൊത്തം ക്ലാസ്സുകൾ 35 ഡിവിഷൻ ഉണ്ട് ഇവിടെ, എല്ലാ ക്ലാസ്സുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മൊത്തം ഇതിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് മറ്റ് സ്കൂളുകാരും ഇത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയിട്ട് ഈ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിലെ എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. തരുൺ മഹേഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രോത്സാഹനം നൽകുന്ന ലിറ്റിൽ കൈറ്റ്സിൻ്റെ മാസ്റ്റേഴ്സ് ട്രെയിനീസ് ആയിട്ടുള്ള ഫ്രാൻസിസ് തോമസ് മാസ്റ്ററെയും പ്രിൻസി EP ടീച്ചറെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. AI അടക്കം സാങ്കേതിക വിദ്യകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ
സജ്ജീകരിച്ചെടുത്ത ഈ ഒരു അറ്റൻഡൻസ് റീഡർ എന്ന സംവിധാനം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ മാത്രം സജ്ജീകരിച്ച ഈ സംവിധാനം അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിലേക്കും സജ്ജമാക്കാനാണ് കുട്ടികളുടെ തീരുമാനം. ഇതിന് അധ്യാപകർ നൽകുന്ന പിന്തുണയും വലുതാണ്. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു നേട്ടമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മുരുക്കങ്ങൽ കണ്ണൂക്കാടൻ കുഞ്ഞുവറീത് ഭാര്യ മേരി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് മുരിക്കിങ്ങൽ സെന്റ് ജോസഫ് പള്ളിയിൽ. ആനി മാത്യൂസ്, പോൾ, ഷെർലി, ജോൺസൺ, സിജി എന്നിവർ മക്കളും ലിസി, ലാലി, ബേബി, സിനി, ജോസഫ്, പരേതനായ ജോർജ് എന്നിവർ മരുമക്കളുമാണ്. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,180 രൂപയും പവന് 1,05,440 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.